പറഞ്ഞു നോക്കുക വെറുതെ, നിങ്ങൾക്ക് എത്ര കിളിയുടെ പാട്ടറിയാം, എത്ര മരത്തിൻ തണലറിയാം, എത്ര പുഴയുടെ കുളിരറിയാം. എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും മാനത്തിൻ്റെ മടിത്തട്ടിൽ എന്ന പാഠഭാഗത്തിലേക്ക് സ്വാഗതം. മക്കളെ, നിങ്ങൾക്ക് പക്ഷികളെ ഇഷ്ടമാണോ എന്ന് മാഷ് ചോദിക്കുന്നില്ല. കാരണം എല്ലാ കൂട്ടുകാർക്കും പക്ഷികളെ വളരെ ഇഷ്ടമാണെന്ന് മാഷിനറിയാം. എല്ലാ പക്ഷികളെയും നമ്മൾ കണ്ടിട്ടുണ്ടോ എന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. എത്ര പക്ഷികളെ നമ്മൾ കണ്ടിട്ടുണ്ട്? അവയുടെ പേരുകൾ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? എഴുതി തുടങ്ങാം. കാക്ക, തത്ത, പ്രാവ്, കൊക്ക്, ലോബേഴ്സ്, തൂക്കണംകുരുവി, മൈന, ചിത്തിര, അങ്ങനെ പക്ഷികളുടെ പേരുകൾ നിരനിരയായി പോന്നോട്ടെ. പരമാവധി എത്ര പേരുകൾ നിങ്ങൾക്ക് എഴുതുവാൻ സാധിക്കുന്നുണ്ട് എന്ന് നോക്കാം. 50 എഴുതിയോ? അതോ 100 കഴിഞ്ഞോ? ഈ പക്ഷികളെ നമുക്ക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഇതിലെ പല പക്ഷികളെയും നമ്മൾ വീട്ടിൽ വളർത്താറുമുണ്ട്. അങ്ങനെ പക്ഷികളെക്കുറിച്ചുള്ള ഒരു കഥയാണ് മാഷ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. പ്രശസ്ത പക്ഷി നിരീക്ഷകനായ ശ്രീ സി റഹീം രചിച്ച വീട്ടുവളപ്പിലെ പക്ഷികൾ എന്ന പുസ്തകത്തിൽ നിന്നാണ് തുറന്നുവിട്ട തത്ത എന്ന പാഠഭാഗം നമുക്ക് നൽകിയിരിക്കുന്നത്. നമുക്ക് ഒന്ന് വായിച്ചു നോക്കിയാലോ? തുറന്നുവിട്ട തത്ത. ഞങ്ങളുടെ കിഴക്കേ പുരയിടത്തിലെ ഒരു കൊന്നത്തെങ്ങിൽ തത്ത കൂടൊരുക്കിയ വിവരം പിള്ളേരാരോ ആണ് വീട്ടിൽ വന്നു പറഞ്ഞത്. തത്തക്കൂട് കാണാൻ ഞങ്ങൾ കൂട്ടുകാർ എല്ലാവരും കൂടി കൊന്നത്തെങ്ങിനെ ചുറ്റിപ്പറ്റി നടന്നു. കൊന്നത്തെങ്ങിൻ്റെ ഇടതുഭാഗത്തൊരു തുള കണ്ടു. ഞങ്ങൾ തുളയിൽ കണ്ണും നട്ട് കുറേ നേരം നിന്നപ്പോൾ ചുണ്ടിലെന്തോ കൊത്തിപ്പിടിച്ചുകൊണ്ട് ഒരു തത്ത പറന്നു വന്നു. അത് തെങ്ങിൽ തത്തിപ്പൊത്തിയിരുന്നു. പിന്നെ ചുറ്റുപാടും ഒന്ന് തല തിരിച്ചു നോക്കി. ശീഘ്രം പുനത്തിനുള്ളിലേക്ക് ഇറങ്ങി അപ്രത്യക്ഷമായി. ആ പുനത്തിനുള്ളിൽ തത്തക്കുഞ്ഞ് കാണുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ തള്ളത്തത്ത പുറത്തേക്കു പറക്കുകയും ചെയ്തു. ഒരു തെങ്ങുകയറ്റക്കാരൻ കൊന്നത്തെങ്ങിൽ കയറി തത്തക്കൂട്ടിൽ കൈയിട്ടപ്പോൾ ഒരു തത്തക്കുഞ്ഞ് അതിലിരിക്കുന്നു. ഞാൻ ഒരു ഇരുമ്പ് കൂട് വാങ്ങി തത്തക്കുഞ്ഞിനെ അതിലിട്ട് പഴവും ചോറും വെള്ളവുമെല്ലാം കൊടുത്തു. പഴം കൊത്തിത്തിന്ന് തത്ത കൂട്ടിൽ ചാടിച്ചാടി നടന്നു. കൂട്ടിൽ കിടന്ന് തത്തക്കുഞ്ഞ് ചിറകടിച്ചു ബഹളം വച്ചു. ഞാൻ കൊച്ചു തിണ്ണയിൽ പതുങ്ങി നിന്നു. കഴുത്തിൽ ചുവന്ന വരയുള്ള ഒരു തത്ത എരുത്തിലിൻ്റെ മുകളിലിരുന്ന് ചുറ്റും നോക്കി ഉറക്കെ കരഞ്ഞു. കൂടിൻ്റെ മുകളിലിരുന്ന് ഒരു തത്ത കൂടിൻ്റെ കമ്പി വിടവുകൾക്കിടയിലൂടെ ചുണ്ടുകയറ്റി കുഞ്ഞിൻ്റെ വായിലേക്ക് എന്തോ തിരുകി. എന്നിട്ട് അവ ഒന്നിച്ച് കരഞ്ഞുകൊണ്ട് പറന്നകന്നു. തത്തക്കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും തീറ്റയും കൊണ്ടുവന്നതാണെന്ന് അമ്മ എന്നോട് പറഞ്ഞു. കുഞ്ഞിത്തത്ത കൂട്ടിനുള്ളിലായല്ലേ? കുഞ്ഞിത്തത്ത കൂട്ടിനുള്ളിലായപ്പോൾ അവൾക്ക് വളരെ സങ്കടമായിരിക്കും. തീർച്ചയായും ആ കുട്ടിക്ക് തത്തയെ കിട്ടിയതിൻ്റെ സന്തോഷമുണ്ടെങ്കിലും ഒന്ന് പറന്നു നടക്കുവാൻ പറ്റാത്തതിൻ്റെ സങ്കടം ആ കുഞ്ഞിത്തത്തയ്ക്കുമുണ്ട്. കുഞ്ഞിത്തത്തയെ കാണുവാൻ അതിൻ്റെ അച്ഛനും അമ്മയും വന്നു. അവർക്കും വളരെ സങ്കടമായിരുന്നു. അവർ പരസ്പരം എന്തൊക്കെയോ സംസാരിച്ചു. എന്തൊക്കെയായിരിക്കാം അവർ തമ്മിൽ സംസാരിച്ചത്? നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? മോനെ, നീ എങ്ങനെ ഇവിടെ എത്തി? അമ്മ ആഹാരം തേടിപ്പോയപ്പോൾ ഒരു തെങ്ങുകയറ്റക്കാരൻ പിടിച്ച് കുട്ടിക്ക് കൊടുത്തതാ. നിനക്ക് ആഹാരം വല്ലതും കിട്ടിയോ? പഴവും ചോറും വെള്ളവും തരുന്നുണ്ട്. എന്നിട്ട് മോൻ ആഹാരം കഴിച്ചോ? എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല അമ്മേ. ഇവിടെ നിന്നും രക്ഷപ്പെട്ടാൽ മതി. നീ കരയാതെ. എല്ലാവരെയും പോലെ എനിക്കും സ്വതന്ത്രമായി പറന്നു നടക്കാനാണ് ഇഷ്ടം. ഇതിനുള്ളിൽ ശ്വാസം മുട്ടുന്നു.
വിഷമിക്കണ്ട, രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്താം. കൂട്ടിനുള്ളിലെ കുഞ്ഞിത്തത്തയ്ക്ക് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? പൂച്ചയെങ്ങാനും കുഞ്ഞിത്തത്തയെ പിടിച്ചുകൊണ്ട് പോയോ? അതോ അമ്മക്കിളി കുഞ്ഞിത്തത്തയെ രക്ഷിച്ചിട്ടുണ്ടാകുമോ? നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ? നീ അതിനെ അങ്ങ് തുറന്നു വിട്ടേരെ. അമ്മ ഇടയ്ക്കിടെ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് തത്തക്കുഞ്ഞിനെ തുറന്നുവിടാൻ മനസ്സു വന്നില്ല. എനിക്ക് ആ തത്തക്കുഞ്ഞിനെ അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ച് മനുഷ്യരെ പോലെ സംസാരിപ്പിക്കാൻ മോഹമായിരുന്നു. ഞാൻ സ്കൂളിൽ നിന്ന് വരുന്ന വഴി ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പനയോല വാങ്ങിക്കൊണ്ടു വന്നു. എന്നിട്ടത് തത്തക്കൂട്ടിൽ ഇട്ടുകൊടുത്തു. പനയോല കടിച്ചു കടിച്ച് തത്തയുടെ നാക്കിൻ്റെ കനം കുറയുമ്പോൾ തത്ത നമ്മളെപ്പോലെ സംസാരിക്കുമത്രേ. കുറച്ചകലെ ഒരു വീട്ടിൽ സംസാരിക്കുന്ന ഒരു തത്തയുണ്ടെന്ന് റഷീദണ്ണനാണ് എനിക്ക് പറഞ്ഞു തന്നത്. അന്നു തൊട്ടേ ഞങ്ങളുടെ തത്തയെ കൊണ്ട് സംസാരിപ്പിക്കണമെന്ന് എനിക്ക് വലിയ കൊതിയായിരുന്നു. ഞാൻ ഓരോരോ കാര്യങ്ങൾ തത്തക്കൂട്ടിനരികിൽ ചെന്നിരുന്ന് അതിനെ പഠിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ തത്ത ഒന്നും ഉരിയാടിയില്ല. പരുക്കൻ ശബ്ദത്തിൽ കിയോ കിയോ എന്ന് കരയുക മാത്രം ചെയ്തു. കൂടെ കൂടെ തത്തക്കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും കൂടിനു മുകളിൽ പറന്നിറങ്ങി തീറ്റ കൊടുത്തു പോന്നു. ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്നപ്പോൾ തത്തക്കുഞ്ഞിനെ കൂട്ടിൽ കണ്ടില്ല. കൂട് തുറന്നു കിടക്കുന്നു. കൂട് കൊത്തി തുറന്ന് അച്ഛനും അമ്മയും തത്തക്കുഞ്ഞിനെ കൊണ്ടുപോയി കളഞ്ഞുവെന്ന് അമ്മ പറഞ്ഞു. എനിക്കതു കേട്ട് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ നിന്ന് ചിണുങ്ങി. അമ്മയതു ശ്രദ്ധിക്കാതെ അടുക്കളയിലേക്ക് പോയി. തത്തയില്ലാതെ തത്തക്കൂട് എരുത്തിലിൻ്റെ ഉത്തരത്തിൽ കിടന്നാടി. എല്ലാ കൂട്ടുകാർക്കും കഥ ഇഷ്ടമായല്ലേ? തത്തമ്മപ്പെട്ടിനെ പ്രത്യേകിച്ചും ഇഷ്ടമായി. അതുപോലെ തന്നെയാണ് ആ കുട്ടിക്ക്. ആ തത്തയോടുള്ള അതിയായ സ്നേഹം കൊണ്ട് തന്നെയാണ് അതിനെ ഇരുമ്പ് കൂട്ടിൽ അടച്ചിട്ടെങ്കിലും പാലും പഴവും എല്ലാം നൽകിയത്. മനുഷ്യരെ പോലെ ആ തത്തയും സംസാരിക്കണമെന്ന കുട്ടിയുടെ അതിയായ ആഗ്രഹമാണ് അവനെ പനയോലകൾ തത്തയ്ക്ക് നൽകുവാൻ പ്രേരിപ്പിച്ചത്. കുട്ടിയുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അവന്റെ സ്നേഹത്തിന്റെ എല്ലാ ഭാവവും അവൻ ആ തത്തയ്ക്ക് നൽകുന്നു. ഇവിടെ ഈ മാഷിന് ഓർമ്മ വരുന്നത് മഹാകവി വള്ളത്തോളിന്റെ ഒരു കവിതയാണ്. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാര്. നമ്മളെല്ലാ സൗഭാഗ്യങ്ങളും നൽകി അതിനെ ഒരു കൂട്ടിൽ അടച്ചിരിക്കുകയാണ്. അതിന്റെ ആഗ്രഹങ്ങളെ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? അതിന്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നുണ്ടോ? ഇല്ല ഇല്ലേ? ഒരുപക്ഷെ തത്തയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നിരിക്കാം? അതിന് നമ്മുടെ ഭൂമിയിലെ മനോഹരമായ എല്ലാ കാഴ്ചകളും അങ്ങകലെ ആകാശത്തിലേക്ക് പറന്നുയർന്ന് അവിടെ നിന്ന് കാണുക എന്നത് തന്നെയാണ്. അവന്റെ അച്ഛനും അമ്മയോടൊപ്പം അവന് ജീവിക്കുകയും അവന്റെ ആഗ്രഹം തന്നെയാവും. അവന്റെ എല്ലാ ആഗ്രഹങ്ങളെയും ഖനിച്ചുകൊണ്ട് ആ കുട്ടി അവൻ എന്തൊക്കെ ചെയ്തു കൊടുത്താലും ഈ ഭൂമിയിൽ അത് മതിയാകില്ല. ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങൾക്ക് മനുഷ്യരെ പോലെ തന്നെ സർവ സ്വാതന്ത്ര്യത്തോടും ജീവിക്കുവാനുള്ള അവകാശം ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങളിലേക്ക് പോകാം. പറയാം, എഴുതാം. കുട്ടിക്ക് തത്തയെക്കുറിച്ചുള്ള മോഹം എന്തായിരുന്നു? തത്തക്കുഞ്ഞിനെ അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ച് മനുഷ്യരെ പോലെ സംസാരിപ്പിക്കാനായിരുന്നു കുട്ടിയുടെ മോഹം. കൂട്ടിൽ കിടന്ന തത്തക്കുഞ്ഞ് ചിറകടിച്ചു ബഹളം വച്ചു. തത്തക്കുഞ്ഞിൻ്റെ വിഷമങ്ങൾ എന്തെല്ലാമായിരിക്കാം? ഈ കൂട്ടിൽ നിന്നും പുറത്തു പോകാൻ കഴിയാത്തതും അച്ഛനെയും അമ്മയെയും കാണാൻ കഴിയാത്തതും അവരോടൊപ്പം ആകാശത്തുകൂടി പാറിപ്പറന്നു നടക്കാൻ സാധിക്കാത്തതുമായിരിക്കാം തത്തക്കുഞ്ഞിൻ്റെ വിഷമങ്ങൾ. ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്നപ്പോൾ തത്തക്കുഞ്ഞിനെ കൂട്ടിൽ കണ്ടില്ല. അപ്പോൾ കുട്ടി അമ്മയോട് എന്തെല്ലാം ചോദിച്ചിരിക്കാം. അമ്മേ, എൻ്റെ തത്തക്കുഞ്ഞെവിടെ? ആരായി കൂട് തുറന്നിട്ടത്? അമ്മയാണോ കൂട് തുറന്നു വിട്ടത്? തത്തക്കുഞ്ഞ് പറന്നു പോയോ? എൻ്റെ തത്തക്കുഞ്ഞിനെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയതാണോ എന്നൊക്കെയായിരിക്കാം കുട്ടി അമ്മയോട് ചോദിച്ചിട്ടുണ്ടാവുക.
ഊഹിച്ചെഴുതാം. തത്തക്കുഞ്ഞ് എങ്ങനെയാകും കൂട്ടിൽ നിന്ന് രക്ഷപ്പെട്ടത്? ഊഹിച്ചെഴുതുമ്പോൾ എല്ലാവരും ഒരേ രീതിയിൽ തന്നെ ചിന്തിക്കണം എന്നുണ്ടോ? ഇല്ല അല്ലേ? ഓരോ കൂട്ടുകാരും വ്യത്യസ്ത രീതിയിലായിരിക്കാം ചിന്തിച്ചുണ്ടായിരിക്കുക. അതുതന്നെയാണ് എപ്പോഴും പ്രോത്സാഹനം അർഹിക്കുന്നത്. ചില കൂട്ടുകാരുടെ ചിന്തയിൽ അമ്മത്തത്തയും അച്ഛൻ തത്തയും ചേർന്ന് ആ കൂടിൻ്റെ വാതിൽ കൊത്തി തുറന്ന് കുഞ്ഞു തത്തയെ രക്ഷിച്ചതാകാം. മറ്റു ചിലരുടെ ചിന്തയിലോ കുഞ്ഞു തത്തയുടെ സങ്കടം കണ്ട് സഹിക്കവയ്യാതെ ആ കുട്ടിയുടെ അമ്മ ആരും കാണാതെ കൂടിൻ്റെ വാതിൽ തുറന്ന് കുഞ്ഞു തത്തയെ രക്ഷിച്ചതുമാകാം. രണ്ട് ചിന്തകളിലും ഒരു തെറ്റുമില്ല. ചിന്തകളെ ലിഖിത രൂപത്തിലേക്ക് മാറ്റുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പൊതുവായ ചില കാര്യങ്ങളെക്കുറിച്ച് മാത്രം മാഷ് നിങ്ങളോട് പറയട്ടെ. എഴുത്തിന് ആശയവ്യക്തത ഉണ്ടായിരിക്കണം. നാം എഴുതുവാൻ ഉദ്ദേശിക്കുന്ന ആശയം എന്താണോ അത് പൂർണ്ണമായും ഉൾക്കൊണ്ടായിരിക്കണം എഴുത്ത് തയ്യാറാക്കേണ്ടത്. വാക്യങ്ങൾ ക്രമമായി അവതരിപ്പിക്കുവാനും ശ്രദ്ധിക്കണം. വാക്യങ്ങളുടെ തുടർച്ച വളരെ പ്രധാനമാണ്. അക്ഷരത്തെറ്റില്ലാതെ ആവശ്യത്തിന് അടയാളങ്ങളെല്ലാം ഉപയോഗിച്ച് ശരിയായ സ്ഥാനത്ത് ചിഹ്നങ്ങളും നൽകി നമ്മുടെ എഴുത്ത് കുറച്ചുകൂടെ വ്യക്തമാക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ വളരെ ലളിതവും വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കുന്ന തരത്തിൽ ശുദ്ധവും ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് എൻ്റെ എല്ലാ മക്കളും നല്ലൊരു കുറിപ്പ് തയ്യാറാക്കുമല്ലോ. ഒരു മാതൃകയായി അഭിനവ് എന്ന കൂട്ടുകാരൻ്റെ കുറിപ്പ് മാഷിവിടെ അവതരിപ്പിക്കുന്നു. ഇരുമ്പുകൂട്ടിൽ കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞു തത്തയെ കണ്ടപ്പോൾ വിഷമം തോന്നി. അത് സ്വതന്ത്രമായി പറന്നു നടക്കട്ടെ എന്ന് വിചാരിച്ചു കുട്ടിയുടെ അമ്മയാകാം കൂട് തുറന്നു വിട്ടത്. കൂടുകൾ വീടുകൾ. മരപ്പൊത്ത്, തത്ത, മരം കൊത്തി, മൂങ്ങ, മാളം, പാമ്പ്, എലി, ഉറുമ്പ് തീനി, ഗുഹ, സിംഹം, കരടി, കടുവ, ചിതൽപുറ്റ്, ചിതൽ. വീടിൻ്റെ പരിസരത്തിരുന്ന് കാക്ക കരഞ്ഞാൽ വിരുന്നുകാർ വരും എന്ന് പറയാറുണ്ട്. ഇതുപോലെ പല പക്ഷികളെക്കുറിച്ചും വ്യത്യസ്തമായ സങ്കല്പങ്ങളുണ്ട്. കണ്ടെത്തി എഴുതാമോ? ഉപ്പൻ, ചെമ്പോത്ത്. യാത്ര പോകുമ്പോൾ ഉപ്പനെ കണ്ടാൽ ഉദ്ദേശിച്ച കാര്യം സഫലമാകും. മൈന. ഒരു മൈനയെ കണ്ടാൽ സ്കൂളിൽ നിന്നും അടി കിട്ടും. 2 മൈനയെ കണ്ടാൽ സന്തോഷമുണ്ടാകും. മഞ്ഞക്കിളി. മഞ്ഞക്കിളിയെ കണ്ടാൽ മധുരം ലഭിക്കും. പുള്ള്. പുള്ളു കരഞ്ഞാൽ കുട്ടികൾക്ക് അസുഖം വരും. വെള്ളക്കൊറ്റി. വെള്ളക്കൊറ്റി പറന്നാൽ മഴ പെയ്യും. കാക്ക. കാക്ക കരഞ്ഞാൽ വിരുന്നുകാർ വരും. കോഴി. കോഴി വെയിലു കായാൻ കിടന്നാൽ വിരുന്നുകാർ വരും. മരം കൊത്തി. മരം കൊത്തി ചിലച്ചുകൊണ്ട് പറന്നാൽ ആപത്ത് വരും. സമാന പദങ്ങൾ. കൂടെ കൂടെ തത്തക്കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും കൂടിനു മുകളിൽ പറന്നിറങ്ങി തീറ്റ കൊടുത്തു പോന്നു. അടിവരയിട്ട പദം ശ്രദ്ധിക്കൂ. ഇതുപോലുള്ള ഏതെല്ലാം പദങ്ങൾ നിങ്ങൾക്കറിയാം? ഇടയ്ക്കിടയ്ക്ക്. അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. ചാടിച്ചാടി. പഴം കൊത്തിത്തിന്ന് തത്ത കൂട്ടിൽ ചാടിച്ചാടി നടന്നു. എൻ്റെ പദശേഖരത്തിലേക്ക്. പുനം, തുള, പൊത്ത്. എരുത്തിൽ, തൊഴുത്ത്. ശീഘ്രം, വേഗം, പെട്ടെന്ന്. മോഹം, ആഗ്രഹം, അഭിലാഷം. സങ്കടം, ദുഃഖം. ഉരിയാടുക, സംസാരിക്കുക. കഥ എഴുതുവാൻ എൻ്റെ കൂട്ടുകാർക്ക് വളരെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. കഥകൾ വ്യത്യസ്ത തലത്തിലുണ്ട്. ചെറുകഥകൾ, നോവലുകൾ, ആത്മകഥകൾ
അങ്ങനെ കഥകൾ നീണ്ടു നീണ്ടു പോകുന്നു. ഇവിടെ കുഞ്ഞിത്തത്ത തൻ്റെ കഥയാണ് പറയുന്നത്. അപ്പോൾ കഥ എഴുതുമ്പോൾ കഥയ്ക്ക് ആത്മകഥയുടെ അംശം ഉണ്ടായിരിക്കണം. കഥ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മക്കളെ ശ്രദ്ധിക്കേണ്ടത്? നിങ്ങൾക്കറിയാം, എന്നാലും മാഷൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ. കഥയ്ക്ക് അനുയോജ്യമായൊരു തലക്കെട്ടുണ്ടായിരിക്കണം. കഥയിലെ സംഭവങ്ങൾ ക്രമപ്പെടുത്തിയിരിക്കണം. കഥ പറയുന്ന രീതി കഥയ്ക്ക് അനുയോജ്യമായത് ആയിരിക്കണം. ഓരോ കഥയ്ക്കും അതിൻ്റേതായ ഭാവമുണ്ട്. ആ ഭാവം ഉൾക്കൊള്ളുന്ന ഭാഷയും ആ പ്രദേശത്തിൻ്റെ ഭാഷ, ഇവ എല്ലാം പരിഗണിച്ചായിരിക്കണം കഥ പറയുന്ന രീതി. കഥകൾ സാധാരണയായി കഴിഞ്ഞ കാലത്തിൽ നിന്നാണ് പറയുന്നത്, അല്ലേ? പാസ്റ്റ് ടെൻസ് എന്ന് പറയും. ഭൂതകാലത്തിൽ നിന്നും കഥ പറയുകയാണ് പതിവ്. എല്ലായ്പ്പോഴും അത് ശരിയാകണമെന്നില്ല, എന്നാലും സാധാരണയായി ഭൂതകാലത്തിൽ നിന്നാണ് കഥകൾ നമ്മൾ പറയാറുള്ളത്. ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എൻ്റെ മക്കൾക്ക് കുഞ്ഞിത്തത്തയുടെ കഥ കുഞ്ഞിത്തത്തയിൽ നിന്നുകൊണ്ട് തന്നെ പറയുവാൻ ശ്രമിക്കുമല്ലോ. മാതൃത്ത. കിഴക്കേ പുരയിടത്തിലെ കൊന്നത്തെങ്ങിൻ്റെ പൊത്തിൽ അച്ഛനും അമ്മയോടുമൊത്ത് സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു ഞാൻ. ഒരു ദിവസം പതിവ് പോലെ പുറത്തിറങ്ങരുത് എന്ന് ഉപദേശിച്ച് അമ്മയും അച്ഛനും തീറ്റ തേടിപ്പോയി. മരപ്പൊത്തിൽ ഒറ്റക്കിരുന്ന് മടുത്ത ഞാൻ തലപ്പുറത്തേക്കിട്ട് ആകാശ കാഴ്ചകൾ കണ്ടു. പറമ്പിൽ കളിക്കാൻ വന്ന കുട്ടികളിൽ ആരോ ഇത് കണ്ടു. പിറ്റേ ദിവസം ആരോ എന്നെ കൂടിനുള്ളിൽ നിന്നും പിടിക്കുവാൻ നോക്കി. ഞാൻ കുതറി മാറുവാൻ ശ്രമിച്ചു. അപ്പോഴേക്കും ആ കരുത്തുള്ള കൈക്കുള്ളിലായി കഴിഞ്ഞിരുന്നു. പിന്നീട് ഞാൻ ഒരു ഇരുമ്പ് കൂടിനുള്ളിലായി. ഇടയ്ക്കിടയ്ക്ക് ഒരു കുട്ടി വന്ന് പാലും പഴവും ചോറുമൊക്കെ തരുമായിരുന്നു. പക്ഷേ എനിക്ക് കൂട് പൊട്ടിച്ച് നീലാകാശത്തിലേക്ക് പറന്നുയരാനായിരുന്നു ആഗ്രഹം. ഒരു ദിവസം അമ്മയും അച്ഛനും എന്നെ കണ്ടെത്തി. അമ്മ എനിക്ക് ആഹാരം കൊക്കിൽ വച്ച് തന്നു. സങ്കടം സഹിക്കാൻ വയ്യാതെ ഞാൻ വാവിട്ട് കരഞ്ഞു. ഇത് കണ്ട് അവരും കൂടെ കരഞ്ഞു. ആ കുട്ടി എനിക്ക് പനയോല തന്നു. ഞാൻ കൊത്തി, നാവ് മുറിഞ്ഞു. പനയോല കടിച്ചാൽ എനിക്ക് സംസാരിക്കുവാൻ കഴിയുമത്രേ. ഞാൻ കരഞ്ഞു കരഞ്ഞു മടുത്തു. കുട്ടി സ്കൂളിൽ പോയ ഒരു ദിവസം അമ്മയും അച്ഛനും എന്നെ രക്ഷിക്കുവാനെത്തി. കൂട് തുറക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന കുട്ടിയുടെ അമ്മ അടുത്തേക്ക് വന്നു. ഞങ്ങൾ പേടിച്ചു പോയി. മാതൃസ്നേഹം കൊണ്ടാണോ അതോ ഈ ഭൂമിയിൽ എല്ലാവർക്കും സ്വതന്ത്രമായി ജീവിക്കുവാനുള്ള അവകാശമുണ്ട് എന്ന തിരിച്ചറിവാണോ എന്നറിയില്ല. ആ അമ്മ വാതിൽ തുറന്നു തന്നു. ഞങ്ങൾ പറന്നുയർന്നു. ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ നീലാകാശത്തിലേക്ക്. വീണ്ടും ഞങ്ങൾ ആ കൊന്നത്തെങ്ങിൽ കൂടൊരുക്കി. തുടർ പ്രവർത്തനങ്ങൾ. ഇഷ്ടമുള്ള പക്ഷിയുടെ ചിത്രം വരച്ച് നിറം നൽകുക. കഥയെ കവിതാരൂപത്തിലേക്ക് മാറ്റുക. പക്ഷി നിരീക്ഷകനായ സലീം അലിയുടെ വിവരശേഖരണം. പനയോലയിൽ തത്തമ്മ നിർമ്മാണം.